ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാട് കേരളം, നമ്മെ ആര് ഭരിക്കണം, നാം വിധി എഴുതി. പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളിലേക്ക്. അഫ്കോഴ്സ് ഞാൻ ചിന്തിക്കുന്ന വെച്ചാൽ നമുക്കൊരു ഭരണമാറ്റം എപ്പോഴും ആവശ്യമാണ്. കാരണം അല്ലെങ്കിൽ ഒറ്റയാൾ പട്ടാള രീതിക്ക് പോകുമ്പോഴത്തേക്കും ഒരു സ്വേച്ഛാധിപതി എന്ന രീതിക്ക് പോകുന്നേക്കാളും നല്ലത് ഒരു ഭരണമാറ്റം എപ്പോഴും ആവശ്യമാണ്. ഇപ്പം ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അമ്പലക്കള്ളന്മാരെന്നുള്ള പേരാണ് ഇപ്പൊ പൊതുവെ അറിയപ്പെടുന്നത്. പൊതുവെ ഈ ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിലും ചർച്ച ചെയ്യപ്പെട്ടത് ശബരിമല വിവാദം, പിന്നെ UDF സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡന വിഷയം, BJPക്കും തലസ്ഥാനത്ത് വിഷയം ഉണ്ടായിരുന്ന ആത്മഹത്യകൾ, സ്ഥാനാർത്ഥിത്വം കിട്ടാതെ ആത്മഹത്യ ചെയ്തവരുടെ വിഷയം, ഇതൊക്കെ ചർച്ച ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ്. പൊതുവെ താഴെത്തട്ടിലെ ജനങ്ങൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഏറെക്കുറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. UDF സംബന്ധിച്ച് നോക്കുമ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പ്രശ്നം ഏറ്റവും വലിയൊരു തിരിച്ചടി തന്നെയാണ് UDF സംബന്ധിച്ച്. കാരണം വെച്ചാൽ അത് ഇലക്ഷൻ സമയത്ത് തന്നെ ഇവർ അത് നല്ല തക്ക രീതിക്ക് യൂസ് ചെയ്തു എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ സമയത്തും ഇവർ നല്ല രീതിക്ക് അത് വർക്കൗട്ട് ചെയ്തപ്പോൾ റിസൾട്ട് കിട്ടി. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ മുതൽക്കൂട്ട് എന്ന രീതിക്കാണ്, തുടർച്ച എന്ന രീതിക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ഇപ്പോൾ ഒരു മോശപ്പെട്ട ഗെയിം ഇവർ കളിച്ചിറക്കിയത്. മെയിനായിട്ട് ഇത് അഫക്ട് ചെയ്യും ഉറപ്പായിട്ട്. സ്ത്രീജനങ്ങളുടെ ഇടയിൽ എപ്പോഴും അത് അഫക്ട് ചെയ്യുന്ന സംഭവമാണ്. LDF നമുക്ക് നോക്കുമ്പോഴത്തേക്കും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ ഈ വില കയറ്റം സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പൊതുജനങ്ങളെ നല്ല രീതിക്ക് അഫക്ട് ചെയ്തിട്ടുണ്ട്. വ്യക്തി ജീവിതത്തിലൊക്കെ ആവശ്യമുള്ള കാര്യങ്ങൾ വിലക്കയറ്റം നല്ല രീതിക്ക് അഫക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. പിന്നെ അല്ലാതെയും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു അഴിമതികൾ, അമ്പലം മോഷണം എന്ന സ്വർണ്ണ മോഷണം, അല്ലാതെ എന്തൊക്കെയോ വേറെ 2-3 വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു സാധ്യത BJPക്ക് വലിയ ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കത്തില്ല എന്നുള്ളതാണ്. പക്ഷെ അവര് ഒരു ഇമ്പാക്ട് എന്ന രീതിക്ക് ഒത്തിരി സ്ഥാനാർത്ഥികളെ പല ഭാഗത്തും നിർത്തിയിട്ടുണ്ട്. നമ്മൾ കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ വർഷമൊക്കെ നോക്കുന്നതിനെ വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം ഒരുപാട് സ്ഥാനാർത്ഥികൾ ഒരുപാട് ഭാഗത്ത്. ഇപ്പൊ ഞങ്ങളുടെ BJP സ്ഥാനാർത്ഥികൾ, ഇപ്പൊ ഞാൻ കടപ്പുറത്തെ ഭാഗത്ത് സ്ഥാനാർത്ഥികൾ വരെ വന്നു. ശ്രീലേഖ മേഡം ഉൾപ്പെടെ. അതെ അതെ അതെ. കേരളം ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. 13-ന് ഫലം വരും. ആർക്കൊപ്പം ആയിരിക്കും കേരളം? തിരുവനന്തപുരം കോർപ്പറേഷൻ എന്തായാലും LDF-ന്റെ ഒപ്പമായിരിക്കും. തൊട്ടങ്ങോട്ട് കൊല്ലം LDF-ന്റെ ഒപ്പം തന്നെ ആയിരിക്കും. LDF-ന് മുൻതൂക്കമുള്ള അങ്ങനെയാണ് കാണുന്നത് കൂടുതലും. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് വികസനങ്ങൾ നടന്നില്ലേ, ആൾക്കാർക്ക് വേണ്ട വികസനമാണല്ലോ. ഇപ്പോൾ കുറച്ച് വികസനങ്ങൾ നടന്നിട്ടുള്ളതുകൊണ്ട് എൻ്റെ പേരിൽ. അപ്പോൾ ഈ രണ്ടാമത് വന്ന LDF സർക്കാർ, പിണറായി ഭരണം രണ്ടാമത് വന്നതിന് ശേഷമുള്ള ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പാണ്. അത് ഈ സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്താകുമോ അതോ സർക്കാരിന് അനുകൂലമാകുമോ? സർക്കാരിന് അനുകൂലമാണ്. ഒരുപാട് വിഷയങ്ങൾ നേരിട്ട ഒരു തിരഞ്ഞെടുപ്പാണ്. അല്ല, അത്ര ക്രൂഷ്യൽ ആയിട്ടുള്ള വിഷയങ്ങളൊന്നും 2021 അത്രയും വിഷയങ്ങൾ ഇപ്പോൾ ഇല്ലാത്ത. സ്വർണ്ണപ്പാളി വിവാദം അതൊന്നും ഒരു പ്രധാന വിഷയമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണ്. എപ്പോഴും എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാവുമല്ലോ എന്തെങ്കിലും ഒരു ഈ കള്ളനാണയങ്ങൾ, അത്രേ ഉള്ളൂ. അത് തിരിച്ചറിഞ്ഞു കളഞ്ഞു. ഈ മലബാർ ഭാഗത്ത് കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ്, കണ്ണൂർ, അവിടെയൊക്കെ ആർക്കായിരിക്കും മുൻതൂക്കം? കണ്ണൂർ, കാസർഗോഡ്. കണ്ണൂർ എപ്പോഴും LDF-നൊപ്പമാണല്ലോ, അറിയാലോ. കാസർഗോഡ് മാത്രം ചിലപ്പോൾ അങ്ങോട്ട് മാറിയാൻ ചാൻസ് ഉണ്ട്, ചേഞ്ച് വരാൻ സാധ്യത ഉണ്ട്. പിന്നെ മലപ്പുറം UDF-നൊപ്പം ആയിരിക്കും കൂടുതലും പ്രയോറിറ്റി കൂടുതലാണ്. കേരളം ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ്. ശരിക്കും ആർക്കായിരിക്കും കേരളത്തിൽ സാധ്യത? പൊതുവിലുള്ള ഒരു അഭിപ്രായം കേരളത്തിൽ UDF-നായിരിക്കും സാധ്യത മുൻതൂക്കം. അത് ഈ രണ്ട് ടേമായിട്ടുള്ള പിണറായി ഭരണത്തിനെതിരെയുള്ള താക്കീതാവോ അതോ അതല്ല മറ്റു വിഷയങ്ങളാണോ? ഒരുപാട് വിഷയമുണ്ട്. 2 തവണ 9 വർഷം കൊണ്ട് ഭരിക്കുന്ന പിണറായി വിജയന്റെ നേരിട്ട ഭരണത്തോട് താക്കീതും പിന്നെ ശബരിമല പോലുള്ള വിഷയങ്ങളും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ട്. തീർച്ചയായും. പൊതുവില് ഒരു സ്വർണ്ണപ്പാളി വിവാദം, അയ്യപ്പന്റെ സ്വർണം കട്ടു എന്നുള്ള വിവാദം, പലരെയും പ്രധാനപ്പെട്ട CPM നേതാക്കൾ അറസ്റ്റിലായി. അതൊക്കെ ജനങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടോ? ശരിക്കും ചർച്ച ചെയ്യപ്പെട്ടു. പ്രത്യേകിച്ച് ഒരുപാട് വീട്ടിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഇലക്ഷനിൽ ഈ ബന്ധപ്പെട്ട് ഇങ്ങനെ വർക്ക് ചെയ്തപ്പോൾ ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണം എന്തായിരുന്നു? ഇത് തന്നെ ഏറ്റവും ശബരിമലയെ കുറിച്ച് സ്വർണം മോഷണത്തെ കുറിച്ചുള്ള ചർച്ച നമ്മൾ പോകുന്ന ഒരുപാട് വീടുകളുണ്ടായി. സ്ത്രീകളാണ്. ഭക്തരെ ഇത് വലിയധികം ആശങ്കയാക്കിയിട്ടുണ്ട്. നമ്മൾ അവിടെ അർപ്പിച്ച കാണിക്ക അല്ലെങ്കിൽ അവിടെ അർപ്പിച്ചതൊക്കെ മോഷ്ടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ അയ്യപ്പൻ എന്ന് പറയുമ്പോഴേ അവിടെ തമിഴ്നാട്, കേരളം, കർണാടക, ആന്ധ്രയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് വിശ്വാസികൾ വന്നുചേരുന്ന ഒരു സ്ഥലമാണ് ശബരിമല. അവിടെ ഉള്ള സ്ഥലത്ത് ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് വിശ്വാസികളെ ബാധിക്കുന്ന വിഷയവും മനസ്സിനേറ്റൊരു മുറിവാണത്.
തീർച്ചയായിട്ടും അവരുടെ മനസ്സിനേറ്റ ഒരു മുറിവാണ്. കേരളം ശരിക്കും ആർക്കൊപ്പം നിൽക്കുമെന്നുള്ള ഒരു സാധ്യത പറയാമോ? സാധ്യത എനിക്ക് തോന്നുന്നത് LDF തന്നെ ആയിരിക്കും. മുൻതൂക്കം കൂടുന്നത് LDF തന്നെ ആയിരിക്കും. കാരണം അവർ കൂടുതലായിട്ടും അതായത് മുൻ വർഷങ്ങളിലും ഈ വർഷങ്ങളിലും തന്നെ നല്ലതായിട്ടുള്ള ഒരു ഭരണം കാഴ്ചവെച്ചിട്ടുണ്ട്. വികസനങ്ങൾ അധികമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സ്ത്രീപക്ഷത്ത് നിന്ന് നോക്കുമ്പോൾ LDF-നാണോ UDF ആണോ കൂടുതൽ കരുത്ത് സ്ത്രീജനങ്ങൾക്ക് കരുത്തായിട്ടുള്ളത്? എന്റെ ഒരു അഭിപ്രായത്തിൽ LDF തന്നെ ആയിരിക്കും മുൻതൂക്കം. മുൻതൂക്കം. LDF ആണ് സ്ത്രീ വിഷയങ്ങൾ ഒരുപാട് അതെ സഹായിച്ചതാണ്. കൂടുതലായിട്ടും ക്ഷേമ പെൻഷനൊക്കെ കൂട്ടിയത് ഒരു വിഷയമാണോ അതിനകത്ത്? അതെ ആയിരിക്കാം, കൂടുതലായിരിക്കാം. പിന്നെ അത് മാത്രമല്ല, ഇപ്പം സ്ത്രീപക്ഷത്ത് നിന്ന് നോക്കാമെങ്കിൽ തന്നെ ഇപ്പൊ UDF-ന്റെ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഈ ഇലക്ഷനെ ബാധിക്കും എന്നുള്ള കാര്യം ബാധിക്കും, ഉറപ്പായിട്ടും ബാധിക്കും. കാരണം ആ ഒരു ആള് ആ ഒരു സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കം ചെയ്തത് അവർക്ക് 3 മാസം തന്നെ വേണ്ടി വന്നു. MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല ഇതുവരെയായിട്ട്. അപ്പം അവരുടെ ആ ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞിട്ട് അതിൽ തന്നെ ഒരു ഐക്യം ആരെയും കാണുന്നില്ല. ഓരോരുത്തർക്കും പലപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. അപ്പോൾ എനിക്ക് കൂടുതലായിട്ടും തോന്നുന്നത് LDF തന്നെയാണ് മുൻതൂക്കം. അവിടെയോ? എനിക്കും സെയിം ഒപ്പീനിയൻ ആണ്. UDF വരണം എന്നാണ് ഒരു ആഗ്രഹം. ഒരു മാറ്റം വേണമല്ലോ. LDF ആണല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഇരുന്നത്. മാറ്റം വന്ന് UDF വരണമെന്നുണ്ട്. പക്ഷെ ഇവര് പറഞ്ഞ പോലെ പാർട്ടിക്കകത്ത് തന്നെ ഒരു ഒത്തൊരുമയൊന്നുമില്ല, ഐക്യമില്ല, ഒരു യൂണിറ്റി ഇല്ല, ഒരു നേതൃത്വം ഇല്ലാത്തൊരു പാർട്ടി പോലെ ആയി വരുന്നുണ്ട്. ഇപ്പോ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കാലതാമസവും സതീശനൊക്കെ കുറച്ചുകൂടെ പക്വതയോടുകൂടി കാര്യങ്ങൾ പക്വതയില്ലാത്ത നേതൃത്വമൊക്കെ ഒരു പ്രശ്നമാണ്. അങ്ങനെ നോക്കുമ്പോൾ LDF വരാനാണ് സാധ്യത കൂടുതൽ. പൊതുജനത്തെ ബാധിക്കുന്നതും അല്ലാത്തതുമായ ഏറെ വിഷയങ്ങൾ ചർച്ച ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുപോയി. നമ്മെ ആര് ഭരിക്കും ഇനി കണ്ടറിയാം.